ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്നും ആ കേന്ദ്രത്തിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ ചിങ്ങഞ്ചിറ ആ പരിസരങ്ങളിൽ എല്ലാ ഷ്രൈൻസും ഒരു മരത്തിൻ്റെ കീഴിലാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ഷ്രൈൻസും മരത്തിൻ്റെ കീഴിലുള്ള ഓരോ ഷ്രൈൻസും നമ്മളങ്ങനെ കണ്ട് വരുന്ന സമയത്ത് ഒരു വിചിത്രമായൊരു കാഴ്ച കണ്ടു. അതെന്താണെന്ന് നോക്കാം. അവിടെ കോഴിയും ആടും ഒക്കെ ബലി അർപ്പിക്കുന്ന സ്ഥലമാണ്. ആ കോഴിയെയും ആടിനെയും ബലി അർപ്പിച്ച് ാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന 25-30 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇതുപോലെ ആദ്യം കോഴിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, കോഴിയെ പൊക്കി അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരാളുടെ കയ്യിൽ ആ കോഴിനെ കൊടുക്കുന്നു. കോഴിയുടെ കഴുത്തറുക്കുന്നു. അതിൻ്റെ രക്തം ആ ഷ്രൈനിൽ വന്ന് വീഴുന്നു. ഈ കാഴ്ചയാണ് ഒരു വിചിത്രമായ കാഴ്ച. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാണാത്തൊരു കാഴ്ചയാണ്. എന്നിട്ട് ആ പയ്യൻ നേരെ ആ ഷ്രൈനിൻ്റെ മുകളിലോട്ട് അതിൻ്റെ രക്തം ചീറ്റുന്നു. അതുപോലെ അടുത്ത ക്ഷേത്രം ഇതുപോലെ മറ്റൊരു മരത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ അവിടെ പ്രാർത്ഥിക്കാം. അവിടെ പൂജാരിയൊന്നുമില്ല. പക്ഷേ നമുക്ക് ധാരാളം വീടുകൾ അവിടെ ഒരു മരത്തിൻ്റെ ഇതുകൊണ്ട് വീടുകൾ കെട്ടിയിരിക്കുന്ന ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം വേണമെങ്കിൽ അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തൊട്ടി, അത് കുട്ടികൾ വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന അങ്ങനെ തൊട്ടികളും വീടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതാണ് അവിടെ ചിങ്ങഞ്ചിറ മേലേക്കാവിലുള്ള കാണുന്ന കാഴ്ചകൾ. പിന്നെ ചുറ്റും പ്രകൃതി രമണീയമായ മരങ്ങളും ഒക്കെ ആയിട്ട് ഈ ചിങ്ങഞ്ചിറ മേലേക്കാവിലെ അതിൻ്റെ പരിസരമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. വൃക്ഷങ്ങളും അതിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന വേരുകളും അങ്ങനെ ഏകദേശം ഒരു 36-37 ഡിഗ്രി ചൂടിലാണ് നമ്മൾ അവിടെ പോയത്. എന്നിട്ടും ആ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടാതെ നല്ലൊരു കുളിർമയാണ് നമുക്ക് അവിടെ വെച്ച് അനുഭവിക്കാൻ കഴിഞ്ഞത്. വളരെ പ്രകൃതി മനോഹരമായ ചുറ്റുവട്ടങ്ങളും പരിസരത്തൊരു കുളവും ഒക്കെയായിട്ട് നല്ല